നമ്മുടെ സുനിത ദേവദാസ് ഹിജാബ് ധരിച്ചിരിക്കുകയാണ്. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ. ഈ സുനിത ഇങ്ങനെ ഹിജാബ് ധരിച്ചത് കൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടോ? എന്നിട്ട് പല ആൾക്കാരും അവരുടെ ആശങ്ക ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഹിജാബ് ധരിച്ചത് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, നമ്മുടെ സുനിതയാണ്. പ്രസംഗി ചോദിക്കുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശുമോ എന്ന്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഈശ്വരാ ഭഗവാനെ, ഇതൊക്കെ കേട്ട് ഞാനൊരു അഹങ്കാരിയായി പോവരുതേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ എന്ന് ഹംബിൾ ആൻഡ് സിമ്പിൾ ആക്കി നിർത്തണേ കൃഷ്ണ ഗുരുവായൂരപ്പ. അന്നിട്ടപ്പോ പറ്റിയ ആ തെറ്റ് ഞാനിപ്പോ തിരുത്തുകയാണ്. ശരിക്കും ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ്. ഒന്ന് തല മറിച്ചേക്കാം. ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ കന്യാസ്ത്രീ തട്ടമിടണമെന്ന്? ബിക്കിനി ഇട്ടാലും പോരെ? രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന. ഞങ്ങള് തമ്മിൽ മാച്ച് അല്ലേ, കണ്ടില്ലേ? നല്ല മാച്ചാണ്. അതെ, ഞങ്ങള് ലെബനീസാ. നിങ്ങള് ഒരമ്മ വെച്ച അളിയന്മാരാണെന്നേ കണ്ടാ പറയുള്ളൂ. ഒരമ്മ വെച്ച അളിയന്മാർ. ഞാനിവിടെ ഒറ്റ കാര്യം ചോദിക്കാണ്. അതായത് ഈ ചിത്രത്തിൽ സുനിത ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള സ്ത്രീകളെ എന്താണെന്നാണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്? അത് പറയാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വരുന്നു. മുജാഹിദ് ബാലുശ്ശേരി നമ്മളെ സുനിത താത്താക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ലിപ്സ്റ്റിക് ഇടുന്നവർ ആരാണ് എന്നുള്ളത്. ഓക്കെ, സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയാണ്, ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് ഇടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണ് എന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? ഓളൊരു വേശ്യാലയത്തിലും കൊണ്ടാ. ഓളെ ബാപ്പാന്റെ കൂടെ കാറിൽ ലിഫ്റ്റിക് ഇട്ട് പുത്തിയിട്ട് ചുണ്ടിൽ പൂശിയാൽ 11 വയസ്സുള്ള പെൺകുട്ടിയാണോ? വഹിയ സാനിയ, ഓള് വേശ്യയാണ്. ഞാനല്ല എന്നോട് ദേഷ്യം പിടിക്കണ്ട, മുത്തു നബിയാ പറഞ്ഞു. എന്തിനാ ലിഫ്റ്റിക്? അല്ല തന്ന ചുണ്ടില് ചായം തേച്ച് എന്തിനാ? ഒന്നുകൂടെ മോടി ചെയ്യാനാണ്. എന്തിനാ മോടിയാക്കിയത്? എന്തിനാ ചോപ്പിച്ചത്? നല്ല ചുവന്ന ചുണ്ടാ. ആര് കാണാൻ? നാട്ടുകാർ കാണാൻ. വഹിയ സാനിയ, നാട്ടുകാർ കാണാൻ ഒരുങ്ങുന്ന ഒറ്റ വർഗ്ഗമുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വേശ്യകൾ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. പെർഫ്യൂമിന്റെ മണമുണ്ട്. സ്പ്രേ അടിക്കുന്ന സ്ത്രീ, സുഗന്ധം ഉപയോഗിക്കുന്ന സ്ത്രീ ആരാന്നാ പറഞ്ഞത്? അത് മറ്റേ സ്ത്രീ, മറ്റേ കാറ്റഗറി. പിന്നെ മറ്റേ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? അവർക്ക് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിന്റെ അടിത്തട്ടാണ്. അപ്പൊ ഈ പൊട്ടൊക്കെ തുറന്നത് എങ്ങനെയാണ്? ഓ, അപ്പൊ മുസ്ലിമായ സുനിത പൊട്ട് തൊട്ടാൽ അതും ഹറാമാണ്. വന്നൊരു വാർത്തയാണ്. വത്തക്ക പ്രയോഗം. ജവഹർ മുനവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഫറൂഖ് കോളേജ് അധ്യാപകൻ ജവഹർ മുനവറിനെതിരെ പോലീസ് കേസെടുത്തു. ഇതാണ് ആള്, മഹാൻ ഇതാണ്. ഇദ്ദേഹം പറഞ്ഞെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ആദ്യം സാധനം ഇതാണ്. ഫാറൂഖ് കോളേജ് അധ്യാപകനാണ്. പുള്ളി പുറത്തെവിടെ പരിപാടി നടത്തിയതാണ്. അപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലാൾ പറഞ്ഞത് ചൂഴ്ന്നെടുത്ത വത്തക്ക പോലെ കോളേജിലെ പെൺകുട്ടികൾ മാറിടം കാട്ടി നടക്കുകയാണ് എന്നായിരുന്നു പ്രസംഗം. ഓക്കെ, അപ്പോൾ ഈ സാധനം കേട്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമാണ്. ഇത് വളരെ മോശമായിട്ടുള്ള സാധനമാണ്. ഒക്കെ ശരിയാണ്. സ്ത്രീ ഇതിൽ കാണാം ഒരുപാട് ആളുകൾ പരാതി കൊടുത്തു. ഇതിൻ്റെ ഓഡിയോ പുറത്തായതിന് പിന്നാലെ പുരോഗമന സംഘടനകളുടെയും സ്ത്രീ സംഘടനകളുടെയും ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സുനിത പ്രതിഷേധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരു പ്രവണത പൊതുവെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒന്നും നമുക്ക് തെളിയിച്ച് പറയാൻ കഴിയില്ല. എന്താണ് ഇദ്ദേഹം പറഞ്ഞതെന്നും കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പെൺകുട്ടിയുടെ കാര്യം പറയാത്തതല്ല, എന്റെ പഠിച്ചാല് 80% പെൺകുട്ടികൾ പഠിക്കുന്ന ഫറൂഖ് കോളേജിന്റെ ക്യാമ്പസിലെ അധ്യാപകനാണ് ഞാൻ. അതിലും ഭൂരിഭാഗം മുസ്ലിങ്ങൾ. എന്താ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടികളൊക്കെ അവസ്ഥ എന്തെന്ന് പർദ്ദ ഇട്ട് കേട്ടോ, കുട്ടികൾ അടിയിലിട്ട ലെഗിൻസാ. ഇത് ആ പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും കാണാൻ വേണ്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതപ്പത്തെ സ്റ്റൈല് പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് ലെഗിൻസ് നാട്ടിൽ കാണിച്ചെടുക്കുക. മഫ്തന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ മഫ്ത കുത്തല്ലല്ലോ, ഉണ്ടോ? ഇപ്പൊ ഒരു ഷാൾ എടുത്തടിച്ചിട്ടല.
32 സ്റ്റെപ്പും ഉണ്ടാവും, 25 പിന്നും. വല്ല ഇടിയൊക്കെ വെട്ടിയാൽ 5 പ്രശ്നം ഉണ്ടാവും. ഇപ്പം വന്ന സ്റ്റൈലാ. എന്നിട്ട് ആദ്യം ഇങ്ങനെ ദീ കൂടി അങ്ങോട്ട് തൂക്കി, ദീ കൂടി അങ്ങോട്ട് കെട്ടി, ഇവിടെ ഫുള്ള് ഇങ്ങോട്ട് കാണാം. എന്നാൽ നബിസല്ലല്ലാഹു പറഞ്ഞത് നിങ്ങളുടെ മാറിടത്തിലേക്ക് മുഖമക്കനകളെ താഴ്ത്തിയിടണം എന്ന്. എന്തിനാ അറിയോ? പുരുഷനെ ഏറ്റവും ആകർഷിക്കുന്ന സ്ത്രീയുടെ ഭാഗങ്ങളിൽ ഒന്നും മാറാം. സുനിത അത് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ചിത്രത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചീനോ? വളരെ മോശമല്ലേ അത്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചില്ലേ? ഇല്ല, നമ്മളങ്ങനെ നോക്കിയിട്ടില്ല. ആദ്യത്തേല് ചെയ്തിരുന്നു, രണ്ടാമത്തേല് ചെയ്തിട്ടില്ല. അധികം മറന്നു. അതാണ് ഉണ്ടായത്. ഇതേ ആദ്യത്തേല്, രണ്ടാമത്തേല് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, കഴുത്തൊക്കെ കാണിച്ച് മാർവിടം തുറന്ന് കാണിച്ചിരിക്കുകയാണ്. പക്ഷെ ആരിഫ്, ഇത് ഒറ്റപ്പെട്ട അധ്യാപകൻ പറയുന്നതല്ലേ? ഒറ്റപ്പെട്ട അധ്യാപകനോ? ഒറ്റപ്പെട്ട സംഭവം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സാധനമൊക്കെ കണ്ടപ്പോ നമുക്ക് തോന്നിയില്ല ഇത് എന്ത് മോശമാണ് ഈ പറഞ്ഞെന്ന്. ഇതിനെ ന്യായീകരിക്കുന്നത് ആരാന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് പുരുഷൻ കാണാതിരിക്കാനും അത് പുരുഷനിൽ നിന്ന് മറയ്ക്കാതിരിക്കാനും ഒക്കെയാണ് നിങ്ങളോട് മുഖമക്കനകളെ താഴ്ത്തിയിടപ്പെടുന്നത്. മാറിലേക്ക് നമ്മളെ പെൺകുട്ടിയോ തലമ്മ ചുറ്റി കയ്യത് മാറ് ഫുള്ളോറട്ടുണ്ടാവും. എന്നിട്ട് വത്തൊക്കെ കണ്ടില്ല നിങ്ങൾ പഴുത്തിനെ നോക്കാൻ ഒരു കഷ്ണം ഇങ്ങനെ ചൂന്നിക്കള് ആ ചോപ്പുണ്ടെന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ കാണിച്ചെടുക്കും. ഇതേമാതിരി ഉള്ളിലൊക്കെ. ഈ വത്തക്കയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വേറെ വല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികം. അത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ബത്തക്കയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഓക്കെ, നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കണം, മോളെ ഇത് നമ്മുടെ സ്റ്റൈലല്ല, നമ്മുടെ സ്റ്റൈലിലേക്ക് പോവാ. എന്നിട്ട് ഒരു കൂർപ്പ് ഉണ്ടാവും ഇവിടെ. എവിടെ? ഇപ്പൊ കൂർപ്പിക്കല പെണ്ണുങ്ങളെ സ്റ്റൈല്. എന്തിനാ കൂർപ്പെന്ന് പറയാം? എന്നോട് കൂടെ മുടി കാണാൻ. അപ്പൊ മുടി ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു, ഇവിടെ ഒരു കഷ്ണം കാണിച്ചു കൊടുത്തു, നവീൻ മൊത്തം കാണിച്ചു കൊടുത്താ പോരെ. പിന്നെ അടുത്ത സാധനം ലെഗിങ്സ്. ഏറ്റവും കൂടുതൽ ലെഗിങ്സ് വിറ്റഴിക്കുന്നത് മുസ്ലിം ജനപ്രദേശങ്ങളിലാണ്. മറ്റ് ആളുകൾ ഇടുന്നത് കുറവ്. അവർക്ക് മനസ്സിലായി തുടങ്ങി. ഓ, അതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ തെറ്റായ വേഷമാണ് എൻ്റെ പൊന്നു സുനിത. സുനിതിനെങ്കിലും മനസ്സിലാക്കൂ. സുനിത ഒരു തലയിലൊരു തട്ടം അങ്ങോട്ട് ഇട്ടാൽ അത് ഇസ്ലാമിക തട്ടമാവില്ല, അത് ഹിജാബ് ആകില്ല. ഇതൊരു തുണി, അത്രേ ഉള്ളൂ. ഇത് വിട്ടിട്ട് ഇത് ഇസ്ലാമിക സ്ത്രീക്ക് ഇത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഹിജാബ്. ഞാനിത് ഇട്ടിരിക്കുന്ന സാധനം ഇത് കാണിച്ചാൽ ഇപ്പട്ടാ നോക്ക്, ഇതാണ് ഹിജാബ്. ഓക്കെ, ഇമാതിരി സാധനം ഇടാനുള്ള ത്രാണിയുണ്ടോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ള സാധനം. അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനല്പം ചായ എടുക്കാം, തമ്മൽ മാറ്റാൻ നല്ലതാ. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്കെതിരഭിപ്രായം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.